ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നോ സൈഡ് എഫക്ട്സ്. എന്താ പറയാ, ഇതാണ് നമ്മളൊരു ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാലും അത് കാണാനൊരു അഴക് വേണം. ആ ടൊമാറ്റോ ഒക്കെ വെച്ച് റോസാപ്പൂക്കൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചേച്ചിയൊക്കെ ഇനിയിപ്പോ വെളിനാട്ടിൽ നിന്നൊക്കെ വന്നിട്ട് എന്റെ പ്രസന്റേഷനിലോട്ടും മുട്ട കണ്ടോ എങ്ങനെ ആക്കി വെച്ചേക്കുന്നെന്ന്. മുയല് കുഞ്ഞുങ്ങളെ പോലെ ആക്കി വെച്ചേക്കുന്നുണ്ടല്ലേ. ചേട്ടാ അപ്രീഷിയേറ്റ് ചെയ്യൂ. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഡെക്കറേഷൻ, പിന്നെ ഇതിന്റെ എന്താണ് ആ സ്പ്രെഡ്, നിറവ്, അതിനൊരു വലിയ കൈയടി. താങ്ക് യു. ഇനി ഇത് കഴിച്ചു നോക്കണം. അത് സത്യം. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ഇച്ചിരി വർത്താനം പറയാം. ഇത് വെച്ചോണ്ടായിരുന്നു ചേട്ടാ ഇച്ചിരി 2-3 ചോദ്യം എനിക്ക് ചേച്ചിയോടും ചോദിക്കാനുണ്ട്. ചേട്ടന് ശരിക്കും ഫാമിലി എന്ന് പറയുന്നത് ബ്ലെസ്സിങ്. ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു സ്വത്തിന്റെ കാര്യത്തിൽ പറഞ്ഞാൽ യു വെൽ സെറ്റിൽഡ് എന്ന് പറയണം ഫാമിലി എന്ന് പറയുമ്പോൾ. മീൻസ് ഞാൻ പറയുന്ന റിലേഷൻസിലാണ്. ചേച്ചി ചേട്ടന്റെ പെർസ്പെക്റ്റീവില് ഹൗ യു ക്യാൻ എക്സ്പ്ലെയിൻ രാധാകൃഷ്ണൻ ചേട്ടൻ, നോമിനിക്കുട്ടി ടീച്ചർ? എനിക്കിപ്പോ ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല. കാരണം സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയല്ലോ. പക്ഷെ അച്ഛൻ മരിച്ചു ഒരുപാട് നാളായി. അമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാം അന്നും ഇന്നും നാളെ മറ്റന്നാളും എല്ലാം. ലോകത്തിലേക്ക് ഏറ്റവും വലുത് അമ്മ, അത് കഴിഞ്ഞാണ് വൈഫ്, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ എല്ലാം. അതാണ് എൻ്റെ ഒരു സത്യം. ഞാൻ അന്ന് പ്രോഗ്രാമിന് പോകുമ്പോഴത്തേക്ക് അമ്മ എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് എൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് നന്നായി വാ മകനെന്ന് പറയും. ഇപ്പോഴും ഞാനിങ്ങനെ ആക്കുമ്പം അമ്മയുടെ ഒരു ഗന്ധം എൻ്റെ ഇതിൽ വരാറുണ്ട്. എനിക്ക് കരച്ചിൽ വരാറുണ്ട്. കാരണം വേറൊന്നുമല്ല, അത് അത്രയ്ക്ക് എനിക്ക് അറിഞ്ഞൂടാ. കാരണം അമ്മ മരിക്കാൻ നേരത്തെ എൻ്റെ ചേച്ചിയുടെ മോൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഇനി ഞാൻ എന്ത് ചെയ്യും, മരിച്ചു കഴിഞ്ഞാൽ കൂടെ. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്, അമ്മ മരിക്കുകയാണെങ്കിൽ ഞാൻ അമ്മയുടെ ഗതയെ ചാടി ഞാനും ചാവും. അറിവില്ലാത്ത ഇതാണ്, പക്ഷെ അത്രത്തോളം സ്നേഹമായിരുന്നു അമ്മയുടെ അറ്റാച്ച്മെന്റ്. കാരണം എനിക്ക് ഒരാളെ സ്നേഹിച്ചാൽ ഞാൻ അങ്ങ് അറ്റം സ്നേഹിക്കുന്ന ഒരു മനുഷ്യന്. പിന്നെ എൻ്റെ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ പുറയിലിരുന്ന് പാടിയതിൻ്റെ ഒരു അംശം മാത്രമാണ് എനിക്കിപ്പോൾ ഉള്ള സ്റ്റേജ് എക്സ്പീരിയൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ എനിക്ക് കിട്ടിയ ക്ലാസിക്കലിലുള്ള നോളജ് എന്ന് പറഞ്ഞാൽ തിയററ്റിക്കലല്ല, പ്രാക്ടിക്കൽ നോളജ് എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ ഇതാണ്. ദാറ്റ് ഈസ് MG രാധാകൃഷ്ണൻ. ഓമനക്കുട്ടി ചേച്ചി എൻ്റെ ചേച്ചിയാണ്. കാരണം ഒരു അമ്മയുടെ സ്ഥാനമാണ്. കുറേ നാൾ ചേച്ചി എൻ്റെ അടുത്ത് മിണ്ടത്തില്ലായിരുന്നു. എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ചെറുപ്പത്തിൽ തലുണ്ടാക്കുന്നത് അല്ല, അതിനൊരു ഉത്തരമില്ല. അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പേര് ഉണ്ട്, കുറേ ആൾക്കാരുണ്ടായിരുന്നു. ട്രിവാൻഡ്രത്ത് കുറേ ആൾക്കാർ, ഞാനും ചേച്ചിയും കൂടെ പിണക്കമല്ല, ചേച്ചി മിണ്ടാതിരിക്കുമ്പോഴത്തേക്ക് ഞാൻ എറണാകുളത്താണല്ലോ. അപ്പോൾ അവിടെ പോയിട്ട് എന്നെപ്പറ്റി 10 ചേച്ചി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കുറേ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ദൈവം എന്ന് പറഞ്ഞൊരു സത്യം. എൻ്റെ ചേച്ചി ഒരു കഴിഞ്ഞ മാസം എൻ്റെ വീട്ടിൽ വന്ന് ലക്ഷ്മി ചേച്ചിയുടെ മോളും വീട്ടിൽ വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു, എടാ എന്തിനാടാ നമ്മൾ ഇത്രയും 10-15 വർഷം നമ്മൾ മിണ്ടായിരുന്നു. ഞാനും ചോദിച്ചു, ഞാൻ അക്കനെന്നാണ് വിളിക്കുന്നത്, അക്കനെതിനാ എൻ്റെ അടുത്ത് മിണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ഞങ്ങൾ ഭയങ്കര ഇതായിരുന്നു. ഇവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു, ഇവർക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്തു, ഇവർക്ക് സാരി വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു. സത്യം പറഞ്ഞാൽ ഇതൊന്നും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സ്നേഹത്തിന്റെ അങ്ങ് അറ്റത്ത് നിൽക്കുന്ന ഒരു ഫാമിലിയാണ്. അതിനി ആരൊക്കെ എന്തൊക്കെ തകർത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഞങ്ങൾക്ക് കിട്ടിയ സംഗീതത്തെ, ഞങ്ങൾക്ക് 3 പേർക്കും കിട്ടിയ സംഗീതത്തെ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലിയിൽ മൊത്തം ഹരിശങ്കറുണ്ട് കിട്ടിയ. പിന്നെ രാജകൃഷ്ണൻ, അവൻ പാടത്തില്ലെങ്കിലും അവന് എഞ്ചിനീയറാണ്. അവനിപ്പം 5-6 നാഷണൽ അവാർഡ് കഴിഞ്ഞു. സ്ഥിരമാണ്. ഷാജിയുടെ സ്ഥിരം സൗണ്ട് എഞ്ചിനീയർ. അപ്പം അങ്ങനെ ദൈവാനുഗ്രഹം കൊണ്ട് സംഗീതമല്ലേ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, വേറൊന്നുമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇനി ആര് നോക്കിയാലും ഞങ്ങൾ ഇനി തകർക്കുന്ന പറ്റത്തില്ല ചേട്ടാ. അത് ദൈവത്തിന്റെ ഒരു, പിന്നെ നമ്മുടെ അത് ഈ ഇടയ്ക്ക് നിൽക്കുന്നവന്മാര് നോക്കിയാൽ മതി. അത് മനസ്സിലാക്കണം, അത്രേ ഉള്ളൂ. അതെ, ചേട്ടാ അവിടെ പാടിയവരുടെ ബാക്കിയുണ്ടേ. അയ്യോ ഉണ്ടേ. ചേച്ചിയുടെ എപ്പോഴും ഞങ്ങൾ കാണുമ്പോ ചേച്ചി ചിരിച്ചിട്ട് എപ്പോഴും സോഫ്റ്റ് ആയിട്ട് അങ്ങനെയാണ്. പക്ഷെ എന്നാലും ഭയങ്കര പോസിറ്റീവാണ്. എങ്ങനെ ചേച്ചി പോസിറ്റീവ് ആവുക? ഞാൻ ഓൾവേസ് ലൈക്ക് ദാറ്റ്. ഇപ്പം ആരൊക്കെ ഇപ്പം മാഗസീനിൽ എല്ലാവരെയും തെറി പറഞ്ഞ് എഴുതുന്നില്ലേ, അതേപോലെ ഇഷ്ടംപോലെ എല്ലാവരും എഴുതുന്നുണ്ട്.
പക്ഷെ അതൊക്കെ നമ്മൾ രണ്ടുപേരും അങ്ങോട്ട് വായിച്ച് Discuss വായിച്ച് ചെയ്യുക, തമാശയായിട്ട് കളയുക. ഭയങ്കര സന്തോഷം. നമ്മൾ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ പലതും എഴുതുമല്ലോ. അതെ. അത് നമ്മളിപ്പോൾ എന്തൊക്കെ നല്ലത് ചെയ്തു കഴിഞ്ഞാലും ഒരു 5-6 പേര് അതിനകത്ത് വന്ന് എന്തെങ്കിലുമൊക്കെ എഴുതും. പക്ഷെ ഇപ്പൊ നമ്മളെ ഇപ്പൊ അല്ല ചില ഞാൻ ചോദിച്ചത് എന്നാന്ന് വെച്ചാൽ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ മെന്റലി നമ്മൾ കുറച്ചൊന്ന് ഒരു സത്യം പറയട്ടെ, അത് ഞാൻ വായിക്കാറില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഒട്ടുമില്ല. how can she become so positive? അല്ല അങ്ങനെ എഴുതട്ടെ എന്ന് വിചാരിക്കും. അത് പിന്നെ റൂമേഴ്സിനെ കുറിച്ചല്ല ഞാൻ അല്ല ചോദിക്കുന്നത്. അങ്ങനെ എഴുതുന്ന ആൾക്കാരെ ഞാൻ പറയുന്നത്, എന്നെ അറിയുന്ന കുറച്ച് പേരുണ്ട് ലൈക്ക് യു. അതെ, അങ്ങനെ അറിയുന്ന എനിക്ക് കുറച്ച് ഹാൻഡ്ഫുൾ ഓഫ് ഫ്രണ്ട്സ് ഇറ്റ്സ് ഇനഫ് ഫോർ മീ. ആക്ച്വലി അതൊക്കെ നമുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ചേച്ചി ഇങ്ങനെ ഒന്നും അല്ലല്ലോ, പിന്നെ ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് തോന്നും. ദാറ്റ്സ് റൈറ്റ്. അതേപോലെ ചേച്ചി എങ്ങനെ സോ അപ്ഡേറ്റഡ് ആവുന്നത്? അപ്ഡേറ്റഡ് ആവുന്ന വെച്ചാൽ അത് ഞാനാണ്. ഐ ആം എ പേഴ്സൺ ലൈക്ക് ദാറ്റ്. എല്ലാ കാര്യത്തിലും ഒരു അപ്ഡേഷൻ ഉണ്ടായിരിക്കും. നോളജ് എല്ലാ വർഷവും വേണം എന്നുള്ള എന്തെങ്കിലും ആവശ്യമുള്ളത് ഞാൻ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യും. ഒരു രാജ്യത്തിൽ പോവുകയാണെങ്കിൽ അവിടുത്തെ എന്തൊക്കെ കാര്യങ്ങളാണ്, അവിടെ എന്താണ്, എന്തൊക്കെ കാണാനുണ്ട്, അല്ലെങ്കിൽ എല്ലാം ഫോട്ടോ എടുത്ത് എല്ലാം ഞാൻ അപ്ഡേറ്റഡ് ആക്കി സമ്പാദിക്കാൻ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടം. അപ്ഡേറ്റഡ് ആകും ചേച്ചി. അപ്പം ഈ പറഞ്ഞ പോലെ സ്പിരിച്വാലിറ്റിയിൽ ചേച്ചിയുടെ അപ്ഡേഷൻ എന്തോരം ഉണ്ട്? ഫ്രം ദ ചൈൽഡ്ഹുഡ് ചേച്ചി ഭയങ്കര സ്പിരിച്വലി ഭയങ്കര ആണെന്നറിയാം. ചേച്ചി പറഞ്ഞു അതല്ലാതെ ദ ഗ്രോത്ത് ഓഫ് സ്പിരിച്വാലിറ്റി. ഗ്രോത്ത് ഓഫ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പുസ്തകങ്ങൾ ധാരാളം വായിക്കും. അപ്പം നമുക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ, ഒരു രുദ്രാക്ഷ മരം വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, അല്ലെങ്കിൽ കാലത്ത് നാമം ജപിക്കേണ്ടത് ഇന്ന വിധത്തിലല്ല, ഞാൻ ജപിക്കുന്ന കാര്യത്തിനേക്കാളും എത്രയോ വേറെ വിധത്തിലൊക്കെ ഉണ്ടാകുമല്ലോ നാമം ജപിക്കുന്നത്, വിളക്ക് കത്തിക്കുന്നത്, വിളക്കിൻ്റെ 5 തിരി ഇടുന്നതും ഒക്കെ ഒരു എല്ലാം നമ്മളെ പുസ്തകം വായിച്ചും കേട്ട് കേൾവി കൊണ്ടും നല്ല നല്ല ആൾക്കാർ പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കോട്ടെ. അവരോട് തർക്കിക്കാൻ പോകരുത്. ഫസ്റ്റ് യു ആർ എ ലിസണർ. ഞാൻ ഐ ആം എ വെരി ഗുഡ് ലിസണർ ഫസ്റ്റ് ഓഫ് ഓൾ. അതെല്ലാം ഞാൻ കേട്ടിട്ട് അത് അങ്ങനെ ഞാൻ ചേച്ചിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് യു അക്സെപ്റ്റ്. യെസ്, അത് അത്രേ ഉള്ളൂ കേട്ടോ. അത് ഏത് കാര്യവും. ഓക്കെ. അപ്പൊ ചേച്ചി ശരിക്കും പറഞ്ഞു വരുന്നത് നമ്മുടെ പൂർണ്ണ സറണ്ടർ ടു ദ ഗോഡ് ആണ്. നമുക്ക് കോൺഫിഡൻസ് ലെവൽ സറണ്ടർ ചെയ്യൂ, നമ്മുടെ എല്ലാ കാര്യങ്ങളും സറണ്ടർ ചെയ്യൂ. അദ്ദേഹം നോയിക്കോളും എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം. ശക്തി, അദ്ദേഹം ഏതോ ഒരു ശക്തി, ആ ചൈതന്യം യൂണിവേഴ്സൽ പവറാണ്. ഒരു പവറാണ്. ആ പവറിൽ ഇപ്പൊ നമ്മളെ വിശ്വാസത്തിന് വേണ്ടി നമ്മളെ അമ്പലങ്ങളിൽ പോകുന്നു, അവിടെ ഒരു ദൈവമുണ്ട്. ആ ദൈവം എല്ലായിടത്തും ഇല്ലേ? അതെ, തൂണിലും തുരുമ്പിലും ഉണ്ടല്ലോ പറയാ, പ്രഹ്ലാദൻ പറഞ്ഞത്. അതെ. ഇപ്പൊ നേച്ചർ ആണ് നമ്മുടെ ഇത് പറയുന്നത്. അപ്പൊ ചേച്ചി യു ബിലീവ് ഇൻ കർമ്മ? യെസ്, ഡെഫിനറ്റ്ലി 100%. ആരെയും നമ്മളെ ഒരുപാട് പ്രയാസപ്പെടുത്താൻ പാടില്ല. ഒരാളുടെ കണ്ണുനീര് അത് കാലം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, അത് തിരിച്ചെന്തായാലും തിരിച്ച് നമുക്ക് തരും. ഐ ബിലീവ് ഇൻ ദാറ്റ് സ്ട്രോങ്ലി. അപ്പൊ ചേച്ചി പറയുന്നത് നെവർ ഹേർട്ട് എ പേഴ്സൺ. നെവർ ഹേർട്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ പാഠം ചെയ്യുക. ഒത്തിരി ഒരാളെ ഹേർട്ട്, ഞാൻ ഒരിക്കലും ഒരുപാട് അങ്ങ് ഹേർട്ടില്ലേ, നമ്മുടെ വാക്കിന്നോ അല്ലെങ്കിൽ പ്രത്യേകം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാഠം ചെയ്യുക. പാഠം ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരെ കാല് പിടിക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അടുത്ത് പോയി സംസാരിക്കുക, 2 നല്ല വാക്ക്, അടുത്ത നെക്സ്റ്റ് ടൈം ദാറ്റ് വേ. അങ്ങനെ നമ്മുടെ അപ്പൊ ചേച്ചിക്ക് അത് ഫീൽ ചെയ്യും that he felt so bad എന്നുള്ളത്. അപ്പൊ അവർക്ക് അത് മനസ്സിലാവും, എന്തോ അവര് അങ്ങനെയായി എന്ന് പറയും. ഇത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ടു മേക്ക് സ്ട്രോങ് അല്ലേ? ശരിക്കും അത് ഞാന് ഇനി മറ്റുള്ളവർ വേറെ വിധത്തിലായിരിക്കാം, അതിപ്പോ ഞാൻ പറയുന്നത് എന്റെ വിധമാണ്. ബട്ട് സ്റ്റിൽ ചേച്ചിക്ക് തന്നെ കുറെ ഇപ്പൊ ചേച്ചി വ്ളോഗ് തുടങ്ങി. അപ്പൊ വ്ളോഗ് തുടങ്ങിയപ്പോ തന്നെ വാട്ട് ചേച്ചി ചെയ്യുന്നു എന്നുള്ളത് സ്ത്രീകളായാലും മറ്റുള്ളവരായാലും ഇങ്ങനെ നല്ലതായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. അല്ല, ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ്, എനിക്ക് മറ്റ് ഒരു ആള് ചെയ്യുന്ന പോലെ ലൈക്ക് യു വേറെ, അല്ലെങ്കിൽ ഇപ്പൊ ചിത്ര ചെയ്യുന്ന പോലെ വേറെ ആൾക്ക് എനിക്ക് അത്രയൊന്നും ചെയ്ത് എനിക്ക് ചെയ്യില്ല. ഐ എം നോട്ട് ആൻ ആക്ട്രസ്, ഐ എം നോട്ട് എ സിംഗർ, നോട്ട് ഈവൻ എ ഡാൻസർ. പക്ഷേ എൻ്റെ രീതിയിലേ എനിക്ക് പ്രസൻറ്റേഷൻ ചെയ്യാൻ സാധിക്കുള്ളൂ. അത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ കാണുക. അല്ലാതെ നെവർ റിക്വസ്റ്റ് എനിവൺ ടു അത് സബ്സ്ക്രൈബ് ചെയ്യുക, അത് ചെയ്യുക, ഒന്നും. ഐ വോണ്ട് ഡു സച്ച് തിങ്സ്. അപ്പൊ ചേച്ചിക്ക് ഒരു കോളേജ് ലൈഫ് ടൈമിൽ ചേച്ചിക്ക് എന്താവണം എന്നായിരുന്നു ചേച്ചിയുടെ ഒരു എയിം? ദാറ്റ്സ് വാട്ട്. അവിടെ എനിക്കൊരു ഡാൻസർ ആകണം എന്നായിരുന്നു. എന്നിട്ട് ഇപ്പൊ എന്നാ പറഞ്ഞ ചേട്ടാ എനിക്ക് ഒന്നും ആവണ്ടായിരുന്നു? ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും ആഗ്രഹം എനിക്ക് ഒരു ഡാൻസർ ആകണമെന്ന്. പക്ഷെ എൻ്റെ അച്ഛനും അമ്മയും പറയുന്ന പോലെയല്ലേ മക്കൾക്ക് പറ്റുള്ളൂ. അവര് ചിന്തിക്കുന്ന രീതിയിൽ അവർക്ക് എന്നെ പാട്ട് പഠിപ്പിക്കണം, നല്ലൊരു പാട്ടുകാരിയാകണം എന്നൊക്കെ ആയിരുന്നു. പക്ഷെ എൻ്റെ ആ കുഞ്ഞു മനസ്സിൽ എനിക്ക് വാശിയായി മാറി. അതിനെത്തിനാ ചേച്ചി? അതുകൊണ്ട് എന്നെ കെട്ടിയ നീ കുറെ എന്നെ ആ കുഞ്ഞു മനസ്സിൽ എൻ്റെ ആ കൊച്ചു മനസ്സ് എനിക്ക് ഇപ്പൊ കാണാം.
എനിക്ക് വാശിയായി. ഓരോ പ്രാവശ്യം അമ്മയും അച്ഛനും എന്നെ വഴക്ക് പറയും, നീ പാട്ട് പഠിച്ചതെന്ന് കണ്ടോ, നിന്റെ ചേച്ചി എത്ര മനോഹരമായിട്ട് പാടുന്നു. അതൊക്കെ എനിക്ക് ഭയങ്കര ഹേർട്ടായി കുഞ്ഞു മനസ്സിൽ. അപ്പം ഞാൻ പാടില്ല എന്ന് മസ്റ്റായി. അങ്ങനെ ഞാൻ ആ ടീച്ചറിന് ഈ മണ്ണ് കലക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ദീർഘശ്വാസം വിടുന്നു. അത്രയ്ക്ക് എനിക്ക് ഡാൻസ് വെറുത്തു. എന്നെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. അത് ഇപ്പോഴും ഇഷ്ടമല്ല. അതിൽ മാത്രമല്ല, ഏത് കാര്യത്തിലും നല്ലൊരു ഫുഡാണ്, അവക്കത് വേണ്ട എന്ന് മനസ്സിലാച്ചു. അപ്പൊ ഞാൻ റെഡി ഇതൊന്ന് കഴിച്ചോ, എനിക്ക് വേണ്ട, ഇത് ശകലം കഴിച്ചോ, എനിക്ക് വേണ്ട, ഞാനത് കഴിക്കില്ല, നിങ്ങൾ ഇനി എത്ര പറഞ്ഞാലും ഞാൻ കഴിക്കില്ല. ഇപ്പൊ ചേച്ചിയുടെ ഇഷ്ടം എന്താണ്? വാട്ട്സ് യുവർ എയിം നൗ? നല്ല ഹാപ്പി ആയിട്ട് പോവുക, ലൈഫ് നല്ല ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട്. സംതിങ് ടു അച്ചീവ്? നത്തിങ്. ഐ ഓൾറെഡി അച്ചീവ്ഡ് എവരിതിങ്. ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ട്, അത് സക്സസ് ആവോ ഇല്ലയോ എന്ന് അറിഞ്ഞൂടാ. ജസ്റ്റ് സ്റ്റാർട്ട് ലേഖാസ് നെസ്റ്റ് റോയൽ സ്യൂട്ട് ആൻഡ് ക്രൂയിസസ് എന്ന് പറഞ്ഞൊരു കമ്പനി തുടങ്ങി. ജസ്റ്റ് വെറുതെ കമ്പനി ആയിട്ട് തുടങ്ങിയതേ ഉള്ളൂ. ഒരു നല്ല രസമായിട്ടുള്ളൊരു കോഫി ഷോപ്പ്, ഇവളുടെ ഇഷ്ടമുള്ള രീതിയിൽ സിഗ്നേച്ചർ ആയിട്ട് ലേഖാസ് നെസ്റ്റ് എന്നാണ്. ബോൾഗാട്ടില് ഹയത്തിലൂടെ അതിന്റെ ജസ്റ്റ് അപ്പുറത്തായിട്ട് ഒരു 8 സെന്റ് സ്ഥലവും ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ വീടുണ്ട്. അത് മാറ്റിയിട്ട് അവിടെ ഒരു കോഫി ഷോപ്പ്, ഒരു ആംബിയൻസ് ഒക്കെ ഇട്ടിട്ട്, കാരണം നന്നായിട്ട് കുക്ക് ചെയ്യും. അപ്പോഴത്തേക്ക് ആരെങ്കിലും ഒക്കെ നിർത്തിയിട്ട് ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട് ഫോട്ടോ വെച്ച്, അദ്ദേഹം നോക്കിക്കോളും. ഇതൊക്കെ അപ്കമിങ് ആയിട്ട് അല്ല, ആഗ്രഹമില്ലായിരുന്നു, പക്ഷെ ഞാൻ ഫോഴ്സ് ചെയ്ത്. ഇനി ഹാപ്പി ആയിട്ട് സന്തോഷം. ഐ അച്ചീവ് എവരിതിങ്, ടച്ച് വുഡ്. ഇനി എനിക്ക് ഒരു വലിയ മോഹങ്ങളൊന്നും എൻ്റെ ജീവിതത്തില്ല. സത്യം, ഓണസ്റ്റ്ലി ഞാൻ ഓപ്പൺ ചെയ്ത് പറയാം മൈൻഡ്. അങ്ങനെ ഇനി വലിയ വലിയ മോഹങ്ങളൊന്നുമില്ല. ഐ അച്ചീവ് എവരിതിങ്. എനിക്ക് ഭഗവാൻ എല്ലാ ആഹാരവും എന്താ കിടന്നുറങ്ങാനുള്ള വീടും സൗകര്യങ്ങളും എല്ലാം, നല്ല ഭർത്താവും എല്ലാം കിട്ടി. ഇനി ഒരു സ്ത്രീക്ക് വേണ്ടത് ഇതിനേക്കാൾ ഇമ്പോർട്ടൻസ് ആയി പോകണം. അപ്പൊ ചേച്ചിക്ക് ഇങ്ങനെ ഈ ചേച്ചിയോട് ഞാൻ ഇങ്ങനെ ചോദിക്കാൻ കാര്യം, ചേച്ചിയുടെ കോളേജ് ലൈഫിലൊക്കെ ചേച്ചി വാസ് എന്താ പറയാ, ഒരു ഭയങ്കര ഒരു റോൾ മോഡൽ മാതിരിയായിരുന്നു ഫോർ ദ ഗേൾസ്. ഞാൻ വളരെ വളരെ ഷൈ ആയിരുന്നു. പക്ഷെ ചേച്ചി നല്ല വർത്താനമൊക്കെ പറയുമായിരുന്നു അല്ലേ? അല്ല, സമയത്ത് ചേട്ടാ ഇൻട്രോവേർട്ട് ആയിരുന്നു. ചേച്ചിനോട് വർത്താനം പറഞ്ഞ ഐ ലവ് യു എന്ന് പറയാൻ പറ്റിയോ? എത്രയോ ആ കഥയൊന്ന് പറയാമോ വേണ്ട പ്ലീസ് ചേച്ചി? നമ്മുടെ കാര്യം ഒരു എല്ലാവർക്കും അറിയാം. അപ്പൊ ഒരു 1 ലൈനായിട്ട് പറയാം. ജവഹർ നഗറിൽ താമസിക്കുന്നു, ഞങ്ങൾ വിഷ്വൽ ചെയ്യാം. ഞാൻ തൈക്കാട് താമസിക്കും, അമ്മങ്കോലിന്റെ തൊട്ടപ്പുറത്ത്. ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് എന്നും അവിടെ ഇറങ്ങി നിൽക്കും. എന്തിനാണെന്നറിയാമോ? യെസ്, എക്സാക്ട്ലി. അതായത് അമ്പലത്തിൽ വരുന്ന കുട്ടികളെ അതിൽ നല്ല കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ, എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, എന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഇപ്പൊ കല്യാണം കഴിഞ്ഞ് പിള്ളേരെ ഞാൻ പറയും, ഇടയാ പോയിട്ട് ആ ഒരു ചെരുപ്പം കടിക്കാൻ ചെരുപ്പ് മാറ്റാൻ പറയൂ. ആ ഒരു ചെരുപ്പ് തട്ടി അവിടെ ഓടയുണ്ടല്ലോ, തട്ടിയിട്ട് ആ ഓടയ്ക്കകത്തോട്ടും ഇടും. ഇതൊക്കെ എന്തെല്ലാം പറയാൻ പറ്റുമോ? ഇപ്പൊ സത്യം അറിയുന്നില്ലേ? ഇങ്ങനെ പ്രായമായി വരുന്നതോറും ചേച്ചിയുടെ ചെരുപ്പ് തട്ടിയിട്ടാണ്. ചെരുപ്പല്ല ചേച്ചിയാ തട്ടിയത്. അങ്ങനെ നിൽക്കുന്ന ഒരു സമയം ഈ പെൺകുട്ടി ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഒരു ചെരുപ്പ് കണ്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് പറ്റി, ചെരുപ്പ് കണ്ടില്ല, ഇവിടെ കിടക്കുന്ന ആരെ ഇത് കാണിച്ചെന്ന് വേറൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോണ്ട് ഒരു അതീവ സുന്ദരി ഇങ്ങനെ പോകുന്നു, തിരിച്ച് ശാസ്താംകോലിൽ പോകുന്നു, തിരിച്ചു പോകുന്നു. ചേച്ചി മൈൻഡ് ചെയ്യുന്നില്ല. ഞങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു വിട്ടുകൊടുക്കണം. അല്ല, അന്ന് എന്നൊക്കെ നമ്മൾ ഇത്രേ ഉള്ളെന്ന്, ഇവരെ പോലൊന്നും വലിയ ഗ്ലാമർ ഒന്നുമില്ല. എന്റെ ഗ്ലാമർ എന്ന് പറഞ്ഞാൽ എന്റെ സംഗീതം, അത് മതിയല്ലോ. അപ്പൊ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ അന്ന് ഞാൻ KL 51 എന്ന് പറഞ്ഞൊരു വണ്ടി വാങ്ങിക്കും. എല്ലാ കോയിൻസിഡൻസ് ആണ്. വണ്ടി വാങ്ങിക്കുന്നു, എന്നിട്ട് നേരെ പോകുന്നു, പോയിട്ട് ഈ വണ്ടിയിൽ പോയി അവിടെ നിൽക്കുന്നു, എന്നിട്ട് വീണ്ടും വെളിയിൽ ഇറങ്ങിക്കുന്നു, ഇവിടെ പാസ് ചെയ്ത് പറഞ്ഞെടുക്കും. ആ വീട്ടിൻ്റെ അവിടെ പോകുന്നു, അവിടെ ചെന്ന് നിൽക്കുന്നു, ഒന്നും പറയണ്ട, അവസാനം എനിക്ക് വട്ടായി. ആഹാ, മൈൻഡ് ചെയ്തില്ല, നോക്കുന്നില്ല. അപ്പൊ ഞാൻ ചിത്രത്തിലൊക്കെ പാടി മറ്റേ കാസറ്റും ഒക്കെ ഇറങ്ങി. മറ്റേ സരി ഗമ പനി സരി
സരിഗമ പനി പമരി സരി സ മഗമ പനി പമഗമരി സനി സരിഗമ. ആ കീർത്തനങ്ങളൊക്കെ പാടി ഷൈൻ ചെയ്ത് നിൽക്കുന്ന സമയത്ത് എന്നെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് വാശയായി. അങ്ങനെ ഞാൻ എൻ്റെ ഒരു പേപ്പറിൽ നമ്പറൊക്കെ ചുരുട്ടിയിട്ട് ഇങ്ങനെ ഇട്ട് വീടിൻ്റെ നടയിൽ ഇട്ട് കൊടുത്തു. അതിലും വർക്കൗട്ടായില്ല. അതും ചീറ്റി. അത് എല്ലാം ചീറ്റിയിട്ട് അവസാനം ഞാൻ പറഞ്ഞു, ഞാൻ നേരിട്ട് ഇന്ന് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു റെക്കോർഡിങ് കരിങ്ങണി സ്റ്റുഡിയോ നടക്കുന്നു, സൗകര്യം ഉണ്ടേവാ കേക്ക്. ഒരു പരിചയമില്ലാതെ ഡയറക്റ്റ് ചെന്ന് പറഞ്ഞു MGS അവർക്ക് അറിയാം. അതെ തന്നെ. ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ട്. സുരേഷ് ഗോപിയുടെ പടം നാഗപഞ്ചമി എന്ന് പറഞ്ഞ് സുരേഷ് ഗോപി ശോഭനി. അപ്പോൾ നമ്മുടെ പാടുന്ന സുജാതയൊക്കെ ഉണ്ട്, കുറേ പെൺപിള്ളേരുണ്ട്, ഗ്രൂപ്പുണ്ട്. അപ്പോൾ അന്ന് എൻ്റെ ചേട്ടന് ആ പാട്ട് പടം ചെയ്യാൻ പ്രയാസമായിട്ട് വന്നു. ചേട്ടൻ്റെ പിഴിച്ചിൽ വരികയത്. അപ്പോൾ എന്നെ ഏൽപ്പിച്ചിട്ട് പോയി. അങ്ങനെ ഞാൻ നല്ലൊരു പാട്ട് കൈതപ്രം സാറായിരുന്നു എഴുതിയത്. അപ്പോൾ ഇവിടെ വിളിച്ച് ഇവിടെ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് ഭയങ്കര ഷൈൻ ചെയ്ത് ഒരു മാരുതി കാറൊക്കെ ഉണ്ടായിരുന്നു. ചേച്ചി ഉണ്ടായിരുന്നു, മറ്റേ രാഷ്ട്രചേട്ടൻ്റെ വൈഫും ഉണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം പാട്ട് ഇതാണ്. നെയ്തലാമ്പലാടും രാവിൽ തിങ്കളായെങ്കിൽ എൻ്റെ മാൻ കിടാവിനരികിൽ. അങ്ങനെ, അതായത് നിൻ്റെ മുടിയഴകിൽ എന്നൊക്കെ പറഞ്ഞ് കുറേ മുടിയെക്കുറിച്ച് വർണ്ണിക്കുന്നു, കണ്ണിനെക്കുറിച്ച് വർണ്ണിക്കുന്നു. അതൊക്കെ ആ പാട്ടിലുണ്ട്. അപ്പം ഒന്ന് ഇമ്പ്രഷൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ചെന്നു. പാട്ടൊക്കെ കേട്ടു. ഇവള് സുരേഷ് ഗോപിയൊക്കെ വന്നു, എല്ലാവരും കണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവളങ്ങ് പോയി. ഈ പാടിയപ്പോഴൊക്കെ ലുക്ക് കൊടുത്തില്ലേ? ലുക്ക് അത് ബൂത്തിലല്ലേ അതും പറ്റിയില്ല. പിന്നെ തിരിച്ചു വന്നിട്ട് കേൾക്കുന്നുണ്ടോ എന്നൊക്കെ തോന്നിയപ്പോഴത്തേക്ക് അവിടെ സുജാതയായിട്ട് സംസാരിക്കുന്നു, പോയി. അവസാനം എനിക്ക് വട്ടായി വീണ്ടും. ഞാൻ ഈ കാറിൽ, എൻ്റെ 51 കാറിൽ ഇതിൻ്റെ കാസറ്റ് അപ്പോൾ റെക്കോർഡ് ചെയ്ത് തന്നെ കിട്ടുമല്ലോ, ഇട്ടിട്ട് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ആ ഫ്രണ്ടുമായിട്ട് ഇരുന്ന് രാത്രിയിൽ 9 മണി തൊട്ട് വെളുപ്പിന് 4 മണി 5 മണി വരെ ഇട്ടു. എന്നിട്ട് ഞാൻ വിചാരിച്ചു അങ്ങനെ വിട്ടുകൊടുത്തോളൂ. ഇതൊക്കെയാണൊരു ഇവിടെ ഞാനീ പറയുന്നത് കേട്ടോണ്ട് ആരും ഇതൊന്നും ചെയ്യരുത്. എന്നിട്ട് ജയിലിലല്ല, മിക്കവാറും തീരും. ഞാൻ നേരെ 5:30 മണിയായപ്പോഴത്തേക്ക് ജവഹർലാലിൽ ഇവിടെ വീട്ടിൽ 5:30-6 മണിയായപ്പോ 6:30 ആയിക്കണം. ചെന്നപ്പോ ഉണ്ട് ഇവിടെ അപ്പൂപ്പൻ, ഇവിടെ അമ്മാവൻ, ഇവിടെ അച്ഛൻ എന്ന് വേണ്ട 3-4 എല്ലാവരും 5-8 പേരുണ്ട് അതിനകത്ത്. ഞാൻ നേരെ കയറി ചെന്ന് ഇവളുടെ കൈ ഇങ്ങനെ പിടിച്ച് നേരെ പിടിച്ചുകൊണ്ട് വന്ന് വെളിയിൽ വന്നിട്ട് നേരെ വണ്ടിക്കകത്ത് കയറ്റി അങ്ങോട്ട് ആ സൈഡിൽ കൊണ്ട് നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമോ, ഇറങ്ങാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പോയില്ല. ഞാൻ ഇന്ന് വരെ ഞാൻ പറഞ്ഞിട്ടില്ല, ഞാനൊന്നും വന്നില്ല. നിന്നെ പിടിച്ച് വണ്ടി കയറ്റി വണ്ടി ഡോർ തുറന്ന് പുറത്ത് ഇറങ്ങി. എന്തായാലും ഞാൻ അത്രയും ധൈര്യം കാണിച്ചു വീട്ടിനകത്ത് കയറി വന്നിട്ട്. സിനിമ സ്റ്റൈലായല്ലോ. ഇത്രയൊന്നും ഞങ്ങൾ പ്രേമിച്ചില്ല. അപ്പൊ പിന്നെ ഈ ചെറുതൊക്കെ കണ്ടുപിടിക്കും. ഇത് ആരും കണ്ടുപിടിച്ചിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ലാത്തൊരു കാര്യം. ഇപ്പൊ ഞങ്ങളുടെ പ്രേക്ഷകർ മൊത്തം അറിഞ്ഞ അത് ഇനി എത്ര വർഷമായി ഞങ്ങൾക്ക്. പക്ഷെ ഇപ്പഴും ഞങ്ങൾക്ക് ഇത് പുതുമയാണല്ലോ. അപ്പൂപ്പനും അമ്മൂമ്മയല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് വെരി സോറി, ഞങ്ങളായിട്ടില്ല. അയ്യോ തെറ്റിദ്ധരിക്കല്ലേ, എനിക്ക് 28 നിന്നു, പിന്നെ പോയിട്ടില്ല വളർച്ച. അവിടെ ഞാൻ സ്റ്റോപ്പ് ആയില്ലേ ചേച്ചി? എന്റെ അപ്പൂപ്പനും അമ്മൂമ്മയല്ലേ, ഇത് അപ്പൂപ്പനും അമ്മൂമ്മയാണ്. വെരി ഹാപ്പി. ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും കണ്ടുപോയ ഒരാളാണ്. അമ്മയായി അമ്മൂമ്മയായി, അതൊക്കെ ഒരു സ്ത്രീയുടെ ഏറ്റവും ഭാഗ്യങ്ങൾ എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഭാവിയിലാവുമല്ലോ. വിളമ്പിക്കൊള്ളു, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉപ്പ് കുറവാണെങ്കിലും അതാ ഞാൻ ഇട്ടത് കുറവാണെങ്കിൽ ഇതിനകത്ത് കോമൻസ് ഇലവഞ്ചേട്ടനും പഠിക്കല്ലേ, കഷ്ടമുണ്ട്. കാളാഞ്ചി വെച്ചിട്ട് തന്നെ ചെയ്തതാ.
കഴിക്കുന്നില്ലേ? ഞാൻ നോക്കി. അല്ല. അല്ല ഇതെനിക്ക് taste നേരത്തെ അല്ല നോക്കിയായിരുന്നു. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഉപ്പ് കൂടുതലാ, ഞാൻ കഴിക്കുകയില്ല. അല്ല ഇറ്റ് ബി സംതിങ് ഡിഫറെന്റ്. ഇല്ല, no, I don't want. ഓ നന്നായിട്ടുണ്ട് കേട്ടോ. തമാശക്കെ എപ്പാട്ട് അസാധ്യമുണ്ട്. ശരിക്കും ഇഷ്ടമായി. സത്യം ഓണസ്റ്റ്ലി ഇത് Beautiful. നമ്മുടെ ട്രിവാൻഡ്രത്തൊക്കെ വയ്ക്കുന്ന പോലത്തെ തേങ്ങ അരച്ചല്ല ചേച്ചി, ഇത് തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചതാ. തേങ്ങാപ്പാൽ. പാല് തേങ്ങ ട്രിവാൻഡ്രത്തൊക്കെ വെക്കുന്ന വെറും മുളക് പൊടിയല്ലേ, ഇത് മല്ലിപ്പൊടി അതെല്ലാം ആ അവിടെ മല്ലിപ്പൊടി ചേർക്കുമല്ലോ. മറ്റേ തേങ്ങ അരച്ച് മാത്രം വെക്കല്ലേ ആ തേങ്ങ. മീന്. ആ ഇത് പക്ഷെ തേങ്ങാപ്പാൽ ഒഴിച്ച് തേങ്ങ അരച്ചിട്ടേ ഇല്ല, തേങ്ങാപ്പാലല്ല വെച്ച. മല്ലിപ്പൊടി, ചെറിയ ഉള്ളി, മല്ലിപ്പൊടിയും. നന്നായിട്ടുണ്ട് കേട്ടോ, അസനായിട്ടുണ്ട്. ഇത് ഫ്രൈ ഒന്ന് ട്രൈ ചെയ്യണം. കൊടംപുളിയോ? കൊടംപുളി പക്ഷെ പുളിയായിട്ടിട്ടില്ല, അതിന്റെ വെള്ളം വെള്ളം ഒഴിച്ചിട്ട്. പക്ഷെ ഒരു കാര്യം, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ക്ഷമിക്കണം, നിങ്ങൾക്ക് ആഗ്രഹം കാണും കഴിക്കണമെന്ന്, പക്ഷെ ഇത് ഞങ്ങളുടെ ഒരു ഷോ ആയതുകൊണ്ട് ഞങ്ങൾ കഴിക്കണം. പക്ഷെ ചേട്ടൻ പറഞ്ഞ അതൊരു ശരിക്കും എന്റെ പ്രേക്ഷകർക്ക് വിശ്വാസമാവും. അല്ല എന്റേത് നല്ല പറഞ്ഞു. കുറച്ചു മുമ്പ് ആരോ പറഞ്ഞല്ലോ ചേച്ചി എന്തൊക്കെയോ കുക്ക് ചെയ്യുന്നു, ഒന്ന് പ്രൂവ് ചെയ്യണ്ടേ നമുക്ക്? അല്ല ഞാൻ ആദ്യം പറഞ്ഞു, ആരോ പറഞ്ഞില്ലേ? ആരോ പറഞ്ഞു. ചേച്ചി കേട്ടായിരുന്നോ? ഞാൻ കുറച്ച് കേട്ടു. ഞാൻ കുറച്ച് ആരോ അല്ല ഞാൻ. നമുക്ക് തുടങ്ങണ്ടേ ചേട്ടാ കഴിച്ചിട്ട്? വേണ്ട കഴിച്ചോണ്ടിരിക്കാം. അതെ, കഴിച്ചിട്ട് എനിക്ക് ആ കറി ഉണ്ടാക്കി തന്നിട്ട് പോയാ മതി. മട്ടൻ വെറുപ്പിക്കണോ? ചേച്ചി ഞങ്ങൾക്ക് എന്തായാലും വാക്ക് തന്നതാ. എന്റെ പ്രേക്ഷകർക്ക് ഈ പറഞ്ഞ പോലെ ബോണസ് ആണ് ഒരു റെസിപ്പി എക്സ്ട്രാ. ദ ഗ്രേറ്റ് MG റെസിപ്പി ഓക്കെ. നോക്കാം. പക്ഷെ ഇത് സൂപ്പർ ആയിരുന്നു കേട്ടോ. താങ്ക് യു ചേട്ടാ, താങ്ക് യു, സത്യം ഓണസ്റ്റ്ലി നന്നായിട്ടുണ്ട്. താങ്ക് യു. ഇവ ഈ എപ്പോഴും കാലിക്കറ്റിൽ പോകുമ്പോൾ ഞാൻ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, മുസ്ലിം ഫാമിലി ഫ്രണ്ട്സ്, നമ്മുടെ ലിബർട്ടി ബഷീർ ഉൾപ്പെടെ. അതെ, പിന്നെ അതുപോലെ ഒരുപാട് പേരുണ്ട്. പിന്നെ മലബാർ ഗോൾഡിൻ്റെ അദ്ദേഹം. അപ്പോൾ അങ്ങനെ അവരുടെയൊക്കെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ അമ്മോ എന്തൊക്കെ ഭക്ഷണം. ഞാൻ എപ്പോഴും പറയും മലബാറുകാരെ വെല്ലാൻ ഇനി ആരുമില്ല. ആരുമില്ല. അതെ, ഓരോ ദിവസവും ഓരോ വിഭവങ്ങളാണ്. ഇന്ന് വെച്ചത് അവർക്ക് മറ്റന്നാ എന്നാന്ന് പോലും അറിയത്തില്ല. അന്ന് പുതിയൊരു ഐറ്റം വരും. ദൈവം തമ്പുരാൻ കൈപുണ്യം അറിഞ്ഞു കൊടുത്തിരിക്കുന്ന സൈഡാണ്. അതെ. അപ്പൊ ഇന്ന് തന്നെ എനിക്ക് ആനീസ് കിച്ചണിൽ വരാൻ പറ്റിയ എനിക്ക് വലിയ ഭാഗ്യമാണ്. കാരണം ആഹാരത്തിന്റെ രാജാക്കന്മാരാണ് അവര്. കാരണം അതാണ് അവരുടെ ഒരു സ്പെഷ്യൽ സംഭവമാണ്. കാരണം കോഴിക്കോട് പോയി കഴിഞ്ഞാൽ തന്നെ എന്തുമാത്രം ആഹാരത്തിന്റെ നിലവറയാ ചേട്ടാ. അവിടെ അല്ലേ? നമുക്ക് വെല്ലാൻ പറ്റിയല്ല അവരുമായിട്ട്. നമ്മൾ അവരുടെ അടുത്ത് അവരുടെ രുചി അറിഞ്ഞ് പഠിക്കാൻ പോലും നമുക്ക് ഒരു ഭാഗ്യം. സത്യം, ബിരിയാണിയൊക്കെ ബിരിയാണി പോലും നമ്മൾ അവിടെ പറ്റില്ല. അതെ 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 അതെ. അപ്പൊ ചേട്ടാ കഴിച്ചിട്ട് മട്ടണേ മറന്നു പോരുത്. ചേട്ടാ എന്റെ അടുക്കള ക്ലീൻ ആന്നു. ക്ലീൻ. ഇനി ചേട്ടൻ എന്നെ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിയുടെ ഇൻഗ്രീഡിയൻസ് എന്നാക്കിയാ വേണ്ടിയെന്ന് പറഞ്ഞേ. അതായത് മട്ടൻ, മട്ടന്റെ ഒരു ഡിഷാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നും ഇല്ല. അങ്ങനെ പറയല്ലേ, ഞങ്ങൾ പുതിയ റെസിപ്പി പഠിക്കുക. ഐ വിൽ ട്രൈ. വേണ്ടത് കുറച്ച് മട്ടൻ വേണം. ചേട്ടാ ഓരോന്നായിട്ട് പറയണേ. മട്ടൻ ഫസ്റ്റ് ഞാൻ എടുത്തോണ്ട് വരട്ടെ. ഓക്കെ, ഇത്രയും മതിയോ? ധാരാളം. ഓക്കെ. ഇനി നെക്സ്റ്റ് പൊട്ടറ്റോ കട്ട് ചെയ്ത്, കട്ട് ചെയ്യാം. പിന്നീട് ക്യാരറ്റ് അതും കട്ട് ചെയ്ത് ചെറിയ ക്യൂബ്സ് ആയിട്ട് സ്റ്റൂവിനൊക്കെ ചെയ്യുന്ന കൂട്ട്. ഏകദേശം സ്റ്റൂ പോലെ തന്നെയാണ്, എന്നാലും കേട്ടോ ഒട്ടനെ കണ്ടുപിടിച്ചു. നമ്മൾ സംഗീതം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അതുപോലെയാണ് ചമയൽ കണ്ടുപിടിക്കുന്നത്. പിന്നീട് വേണ്ടത് ഞാൻ പറഞ്ഞില്ല, ക്യാരറ്റ്, പച്ചമുളക്, പച്ചമുളക്, കാന്താരി മുളക് വേണം. നോക്ക്, ട്രൈ ചെയ്ത് നോക്ക്. തോട്ടത്തിൽ പോയി ഒന്ന് നോക്കൂ. തോട്ടത്തിലില്ല, ഇവിടെ തോട്ടമില്ല. പച്ചമുളക് അഡ്ജസ്റ്റ് ചെയ്യോ? പച്ചമുളക് പറ്റില്ല, കാന്താരി മുളക് തന്നെ വേണം. ചേട്ടാ ഇപ്രാവശ്യം നോക്കാം ഞാൻ, കാരണം അതിന്റെ എക്സാക്ട് ടേസ്റ്റ് വേണമെങ്കിൽ ഞാൻ എന്റെ പ്രേക്ഷകരോട് പറയാം. പ്ലീസ് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നീട് സവാള അത് കട്ട് ചെയ്ത് വേണം. പിന്നെ ഉപ്പ്, തേങ്ങാപ്പാൽ അത് ലാസ്റ്റ് മതി. തേങ്ങാപ്പാല് വേണോ തേങ്ങാപ്പാൽ പൊടി മതി? പാൽപ്പൊടി മതി. ഓക്കെ. അപ്പൊ ആ ടേസ്റ്റ് അത്രയ്ക്കൊക്കെ കാണും. മതി. ഇപ്പൊ ഉള്ളത് വെച്ച് ഓണം പോലെ. ഓക്കെ. അപ്പൊ ബാക്കി ഞാൻ എടുത്തോണ്ട് വരട്ടെ, എല്ലാം ഉണ്ടാവും. ആഹാ, ഓക്കെ ഓക്കെ. ഇനിയിപ്പോ എന്നാ വേണ്ടേ? ഇനിയിപ്പോ എനിക്ക് വേണ്ടത് ബീൻസ് ഇല്ലേ? ബീൻസ് ഉണ്ടോ? ഉണ്ട്. മതി, എത്ര മതിയോ? മതി കേട്ടോ, മതി. അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഓക്കെ. ഇനി എന്നാ വേണ്ടേ? തേങ്ങാപ്പാൽപ്പൊടി അല്ലേ? ഉപ്പ് എടുത്ത് വെച്ചല്ലേ? അതുകൊണ്ട് കലക്കി തരാതെ. ഇപ്പൊ ഒന്നും കലക്കാറൊന്നും ഒന്നും വേണ്ട. ഓക്കെ. ഇനിയിപ്പോ ഞാൻ തുടങ്ങട്ടെ. പിന്നെ ഒന്നുമില്ല, ഇനി ഇത്ര മതിയോ? മസാലാസ് ഒന്നും വേണ്ടേ? ഒരു മസാലയും വേണ്ട, ഒറ്റ മസാലയും വേണം. വേണമെങ്കിൽ ലാസ്റ്റില് നമ്മുടെ ഈ കളർ വരാനുള്ള ഒരു മുളക് പൊടി ഉണ്ടല്ലോ, കാശ്മീരി ചില്ലി,
അയ്യോ അപ്പൊ അത് വേറെ കളറായി പോയില്ലേ? ഇതിപ്പോ പ്ലെയിൻ വൈറ്റ്. പ്ലെയിൻ വൈറ്റ് ആണ്, ഞാനൊന്ന് മാറ്റി പിടിക്കുകയാണ്. ഞങ്ങൾക്ക് ഫ്യൂഷൻസ് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര പറഞ്ഞ പരീക്ഷണങ്ങൾ. കുറച്ച് റെഡിഷ് ആവാൻ വേണ്ടിട്ട് കാശ്മീരി ചില്ലി അത് വേറെ കളറായി മാറും കേട്ടോ. ഓക്കെ, എന്നാലും കുഴപ്പമില്ല. നോക്കാം. നാളെ മുതൽ വീട്ടിലും പരീക്ഷണം വേണം. നാളെ മുതൽ. ചേച്ചി കിട്ടിയ അവസരം പാഴാക്കിയില്ല. ഇവിടെ വേണ്ട, എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നില്ല. ഇനി എന്നാ വേണ്ടേ? അടുപ്പ് കത്തിച്ച് വെച്ചാൽ മതിയോ? അടുപ്പ് കത്തിച്ച് എനിക്കൊരു എന്താണ് പ്രഷർ കുക്കർ വേണം. ഇവിടെ ഉണ്ടല്ലോ പ്രഷർ കുക്കർ, ഇല്ലാത്ത സ്ഥലമില്ലല്ലോ. പിന്നെ ഇടിക്കാനൊരു ഇടി അല്ല, ഇത് കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ഇടിക്കാൻ വേണ്ടിട്ട് ഒരിക്കലും ചെയ്യല. പക്ഷെ എനിക്ക് എന്നാ ഇഷ്ടം എന്നറിയോ, ചേട്ടൻ ആ ഫ്രീഡം എടുത്തില്ലേ എന്റെ അടുക്കളയിൽ ഒന്ന് കുക്ക് ചെയ്യാൻ. ദാറ്റ് ഈസ് എന്റെ പ്രേക്ഷകർക്കും ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അത് തന്നെയാ. ഇനി എന്നാ വേണ്ട? ഇടിയല്ലേ? അത് കല്ലല്ല. കല്ലല്ല, ഇത് കടിയുടെയാ. അത് മതിയോ? ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. താങ്ക് യു. ഇനി എന്നാ വേണ്ടേ? ഇത്രയും മാത്രം മതി, എനിക്ക് വേറൊന്നും വേണ്ട. ഓക്കെ, വേറൊന്നും വേണ്ട. ഞാൻ ഐ എം ഗോയിങ് ടു ട്രൈ ഇത്. എണ്ണയോ? എണ്ണയൊന്നുമില്ല, ഒന്നുമില്ല. എണ്ണ, മസാല, എന്താ കറുകപ്പട്ട, ഗ്രാമ്പു, അങ്ങനത്തെ ഒരു സാധനമില്ല. അറ്റ്ലീസ്റ്റ് കറിവേപ്പില. കരിവേപ്പില വേണമെങ്കിൽ അങ്ങനെ പുച്ചക്കല്ലേ കറിവേപ്പില. ഏറ്റവും ഇഷ്ടമുള്ള ഒരു 2 തണ്ടേലും ഇച്ചിരി ഒന്നും ഇടട്ടെ, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഫ്ലേവർ അല്ലേ. അങ്ങനെയാണെങ്കിൽ മറ്റേ ഒരുപാട് സാധനങ്ങൾ ഫ്ലേവറിന് അങ്ങനെ വേണ്ട. കറിവേപ്പിലോട് മാത്രമേ സ്നേഹമുള്ളൂ എനിക്ക്, വേറെ ഒന്നും ഇല്ല എന്റെ. മല്ലിയില, അത് മല്ലിയില വേണമെങ്കിൽ ഇടാം. അതിന് സ്നേഹം കുറവാ. ഇച്ചിരി സ്നേഹം കുറച്ച് വേണമെങ്കിൽ തരാം. ഇത്രേ ഉള്ളൂ, ഇച്ചിരി തരാം. ഷാജിയുടെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ നിറച്ച് വാങ്ങിച്ചു വെക്കാൻ പറയണം ഫ്രിഡ്ജില്. മേടിച്ചു തന്ന ചെറിയ ഫ്രിഡ്ജാ, അന്നേരം അതിനകത്തൊന്നും കൊള്ളുകയല്ല. ഞാൻ പറഞ്ഞില്ലേ ഇച്ചിരി ഉള്ളെന്ന്, നേരല്ലേ പറയുന്നുള്ളൂ. തുടങ്ങിയാലോ? കുക്കർ. ദൈവമേ, കുക്കർ എടുത്ത് വെച്ചു. വളരെ എളുപ്പമാണ്, വളരെ എളുപ്പം. ആർക്ക് വേണേ എപ്പോ വേണേ ചെയ്യാം. ഇതെന്നാ ചേച്ചി കണ്ടുപിടിച്ചോളൂ. കത്തിക്കണ്ടേ? എന്ത് കുക്കർ ചുമ്മാ കത്തിച്ച് കഴിഞ്ഞാല് ഇതിൽ കത്തിക്കണ്ടേ? എന്തിന്? അതിന് മുമ്പ് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ടുപിടിക്കും. പാചകം. ഓക്കെ, ഇതാ ഇടുന്നു. എത്ര അതിനനുസരിച്ച് നോക്കണം. ഇവിടെ എല്ലാം കമ്മിയാ ഉള്ളത്. ഓ പിന്നെ അങ്ങനെ കൊച്ചാക്കല്ലേ ചേട്ടാ. ഉരുളക്കിഴങ്ങ് നോക്കി ഒരു പിടി ഇടാം, ക്യാരറ്റ് നോക്കിയിട്ട് ഒരു പിടി ഇടാം. എല്ലാം അങ്ങനെയാണ്. ഞാൻ ഈ സ്പൂൺ കൊണ്ടൊന്നുമല്ല, എന്റെ കൈയുടെ ഒരളവിനാണ് ഞാൻ പോകുന്നത്. അതിലല്ലാതെ ഉണ്ട് ചേട്ടാ, അത് ഇട്ടു. വേണ്ട, ഞങ്ങളൊക്കെ ഇച്ചിരി ഇറച്ചി കഴിച്ചോട്ടെ. ഇല്ല, കാരണം അത് മതി, അത്രയും മതി. ഞാനല്ലേ ഉണ്ടാക്കുന്നത്. അപ്പൊ മട്ടൻ ഞാൻ ഇട്ടു, ഒരളവിനിട്ടു. ഇനിയിപ്പോ പൊട്ടറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇടുന്നു. കൈയൊക്കെ വൃത്തിയായിട്ട് കഴുകിയതാ കേട്ടോ, ഐശ്വര്യമുള്ള കൈ. ഇതിനകത്ത് എത്ര വേണം? പൊട്ടറ്റോ വേണമെങ്കിൽ വേണ്ട, അത് പറയുന്നത് ഇറച്ചി കുറച്ച് എന്നെ ഏർപ്പാടാ ചേട്ടാ. ഇത് അതാണ് അതിന്റെ വേറൊരു സംഭവമാണ്. എല്ലാം പുറത്തു വരും. നിങ്ങൾക്ക് ഈ അസൂയ ഉണ്ടെങ്കിൽ മിണ്ടായിരിക്കണം കേട്ടോ. നിങ്ങളുടെ പുറത്തു വരും. ക്യാരറ്റ് ഇല്ല, വളരെ പാവപ്പെട്ട ഒരു മട്ടനാണ്. മട്ടൻ കഴിക്കുന്ന സാധനങ്ങൾ മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. മട്ടൻ എന്തെങ്കിലും മസാല വല്ലതും കഴിക്കൂ? ഒരു ആടിനെ കൊണ്ട് നിർത്തിയിട്ട് ഫ്രണ്ടില് കറുകപ്പട്ടയും ഗ്രാമ്പും എല്ലാം വെച്ചാൽ കഴിക്കൂ? ഇല്ല. അത് കഴിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് ഇടുന്നത്. ഞാൻ നോക്കട്ടെ. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ഇത് ഇട്ടിട്ട് ഇതിന്റെ നടയെന്നൊരു പാട്ട് പാടിയാലേ ഇത് ശരിയാകത്തുള്ളൂ. ഇത് നമ്മുടെ ബീൻസ് ഇടുന്നു. ചേച്ചി വേണ്ടാത്തൊക്കെ ഞങ്ങൾക്ക് പച്ചക്കറി അധികം വേണ്ട ചേട്ടാ. അത് അങ്ങനെയാണ്. ഞങ്ങൾ ഒരു ഇച്ചിരി ഇറച്ചി കഴിച്ചോട്ടെ. ഇനി ഉള്ളി എനിക്ക് വളരെ ഇഷ്ടമാണ്. അയ്യേ, ഞങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന്. സാമ്പാറാവോ ഇതോ? ഉള്ളി അതെ, ഇത് പലതും പറയും പ്രേക്ഷകർ കേട്ട് ജസ്റ്റ് അങ്ങ് മറക്കുക. ഇത് കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ മുഖത്തൊന്ന് കാണണം. ഇനി നന്നായിട്ട് ഇങ്ങനെ കഴിച്ച് സൂപ്പർ ആണെങ്കിൽ പറയും. ഇല്ല, അങ്ങനൊന്നും പറയില്ല. സൂപ്പർ ആണെങ്കിൽ ഈ എക്സ്പ്രഷൻ ആണോ? അപ്പൊ കൊള്ളുകയാണെങ്കിൽ നല്ല എക്സ്പ്രഷൻ തരുമോ? ഇനി ഞാൻ കാന്താരിമോള് ചോദിച്ചു, ഇതിന് എരിവില്ലെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം കുളവോ എന്നാലും എരിവുണ്ടേ. എന്തായാലും ഞാൻ ഇടുന്നു. അത് ഇട്ട് നോക്കിയിട്ട് ഇനിയാണ് ഒരു ചെറിയ പ്രശ്നം. എന്താണ് പ്രശ്നം? ഇട്ട് നോക്കിയിട്ട് പ്രശ്നം കുറച്ച് ഉപ്പും കൂടെ തന്നെ. ഉപ്പ് കൈ തരികയല്ല, താഴെ വെച്ചു. സത്യം വഴക്കുണ്ടാവും. ഈ ഉപ്പ് ഞാൻ എടുത്തിട്ട് അതെല്ലാം കൈയുടെ ഒരു ഇങ്ങനെ ഇത് ഉപ്പങ്കിടുന്നു ഇത്ര. എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഇടി ഇല്ലേ,
ഇടിസാധനം കൊണ്ട് ഞാൻ ഒന്ന് ഇടിക്കും. ആദ്യം ഇടിക്കുന്നതിന് മുമ്പ് ഞാൻ ഇതിനെ ഒന്ന് കൈകൊണ്ടൊന്ന് മെഷായിട്ടൊന്ന് ആക്കും. ഓക്കെ, ഒന്ന് കുഴയ്ക്കും. എന്നിട്ട് ഇതിൻ്റെ ഇതും അല്ല, എൻ്റെ മോതിരം കിടക്കുക, സാരമില്ല, ഭഗവാനെ ക്ഷമിക്കും. ഇച്ചിരി സ്വർണ്ണമൊക്കെ ചെല്ലും ചേട്ടാ. ഇനി എന്നാ വേണ്ടേ? കുരുമുളക് ഒന്നും വേണ്ടേ? കുരുമുളക് വേണമെങ്കിൽ ഇടാം നമുക്ക്, ആർക്ക് വേണമെങ്കിൽ. നീ കുറച്ചു നേരമായിട്ട് എന്നെ ചൊറിയുന്നുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം. ഞാൻ നീ അവിടെ വീട്ടിലുണ്ടാക്കുമ്പോൾ നീ ബാക്കി വന്ന് ഇങ്ങനെ പറയാറുണ്ട്. ഇല്ല, ചേച്ചിക്ക് ഞാനെന്നൊരു കോൺഫിഡന്റ് ഉണ്ട്. പ്രോത്സാഹിപ്പിക്കൂ. വേണമെങ്കിൽ ഇഷ്ടം ഇടല, അല്ല വേണമെങ്കിൽ എന്ന് ഇനി പറയുന്നത്. വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നല്ല രീതിയിൽ ഇടിക്കണം. ചേട്ടാ, ഈ ഇടിക്കുന്ന ശരിക്കും നമ്മൾ വെജിറ്റബിൾസും പ്ലസ് മട്ടനും കൂടെ ചേർത്തിട്ടാണ്. ഇടി കൊള്ളുന്നിടത്ത് അങ്ങനെ അതൊക്കെ തന്നെ. ആർക്ക് കിട്ടുന്ന അവർ മേടിച്ചോളാം. പൊട്ടറ്റോയ്ക്ക് കിട്ടിയ അവന്റെ ഭാഗ്യം. ആക്ച്വലി ഇത് എവിടുന്നാ പഠിച്ചേ ചേച്ചി? എനിക്കറിയില്ല. അയ്യോ ചേട്ടാ, ആക്ച്വലി ഇത് എവിടുന്നാ പഠിച്ചേ? ആർക്കറിയാം? തമ്പുരാനെ, ഞങ്ങളുടെ ഇടയിൽ ഒരു പരീക്ഷണം വന്നോ? അല്ല, എന്നിട്ട് ഇത് വീണ്ടും നമ്മളെ കൈ കൊണ്ട് വീണ്ടും ഇവനെ അങ്ങോട്ട് മാരിനേറ്റ് ചെയ്യാണ് ഞാൻ. ഓക്കെ, മാരിനേറ്റ് ചെയ്യാൻ മസാല ഇല്ല. മസാല എന്തിന്? ദൈവമേ, എന്റെ ഇത്രയും വർഷത്തെ കുക്കിംഗ് തെറിച്ചോ? ആണ്ടയ്ക്കും സംക്രാന്തിക്കും വന്നേച്ച് ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല അല്ലേ ചേച്ചി? ഉള്ളി കുറച്ചുകൂടെ വേണമായിരുന്നു. ചേച്ചി ഇറച്ചി തരട്ടെ ഇടാന്? ഇറച്ചി വേണ്ട, അയ്യോ, എന്നതാ ഇത്? ഉള്ളി ഇറച്ചി ഒന്നും തരുന്ന ലക്ഷണം ഇല്ല. ക്യാരറ്റ് ചേച്ചി, ഇനി ചേട്ടൻ എന്റെ കണ്ണിന് കാഴ്ചയുണ്ട്. ഞാൻ ഇഷ്ടംപോലെ ക്യാരറ്റ് തിന്നു. ഉരുളക്കിഴങ്ങ് തിന്ന് സ്റ്റാർച്ച് വേണ്ട, ഗ്യാസും വരും. പിന്നെ പച്ചമുളകിന്റെ എരിവ് വേണ്ട, പച്ചമുളകിന്റെ എരിവ് അത്രയും വേണ്ട. ഞാൻ ഇച്ചിരി ഇറച്ചി തരട്ടെ? ഒന്നും വേണ്ട, ഇത് നോക്കൂ. അമ്മയ്ക്ക് വേല. ഇനി കുറച്ച് വെള്ളം തരൂ. വെള്ളം തരാമല്ലോ, കുടിക്കാനല്ല, അറിയാം. ഒഴിക്കാൻ. അത്ര മതിയോ? എല്ലാം മിതത്തിനായി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്നല്ലേ ചേട്ടാ? അല്ലേ ചേട്ടാ? അത് ഇട്ടോ, ഇച്ചിരി ഇറച്ചി ഇടാൻ നീ ഉണ്ടാക്കുമ്പോ ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്താന്നറിയോ? ഇങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല. വലിയ ശല്യമല്ലത്. ഇത് നമ്മളൊരെണ്ണം ഉണ്ടാക്കുന്നു, പിന്നെ വെള്ളം ഒഴിക്കുന്നു. ഇതിന്റെ അളവ് എങ്ങനെയാ വെള്ളത്തിന്റെ? എല്ലാം കണ്ണിന്റെ അളവാ. കണ്ണിന്റെ അളവോ? അങ്ങനെ ഒരു അളവുണ്ട്? അളവില്ല. ഈ സ്പൂൺ എന്ന് പറഞ്ഞോണ്ട് സംഭവം ഒന്നുമില്ല. ഇല്ല, അതില്ല. പക്ഷെ അപ്പൊ ഈ വെള്ളം എന്നാന്ന് വെച്ചാൽ ഞാൻ ചോദിക്കുന്നേ, ഈ ഇറച്ചി വേവാനുള്ള വെള്ളമാണോ ഒഴിക്കുന്നത്? നികത്തി ഒഴിക്കും, അല്ല ഇറച്ചി എന്നുള്ള വെള്ളം, ഊറിയേച്ചുള്ള വെള്ളം, അങ്ങനെയൊക്കെ കണക്കുണ്ടോ? സ്പൂൺ തരാനുണ്ട്. അതെന്നത്തിനാ? വെള്ളത്തിന്റെ അളവ് നോക്കാനോ? അതെ, മതിയോ? മതി. ഞാൻ വയലൊന്നും വെക്കുന്നില്ല. ചേട്ടാ, പച്ച ഇറച്ചിയാ? പച്ച ഇറച്ചിയാ? അയ്യോ ചേച്ചി, നമുക്ക് പോവാ. വാ. എന്ത് പച്ച ഇറച്ചി കഴിച്ചോ? ചേട്ടാ, നിങ്ങൾ ഈ സുഷിയൊക്കെ എങ്ങനെ കഴിക്കുന്നത്? സുഷി ഞാൻ കഴിച്ചിട്ടില്ല. ചുമ്മാ ഇരിക്കൂ. ഇതായിരുന്നു അല്ലേ നിങ്ങള് കിച്ചണില് കേറിയിട്ട് ഇതോ ആ അട്ടഹാസം നടത്തിയത്? എന്റെ ദേഷ്യം മുഴുവൻ ഞാൻ ഇവിടെ തീർക്കാം, അതാണ് നല്ലത്. ചേട്ടാ, ഒരു 4 കഷ്ണം ബീൻസ് കൂടെ ഉള്ളു, ഇട്ടേക്കട്ടെ? ബീൻസോ? ആ, 4 കഷ്ണം ഉള്ളു. ഇത് ഞാൻ തൂഴ്ച വെച്ചിട്ട് എന്നാ നേടാൻ? നേരത്തെ പറഞ്ഞു എന്തിനാ ഇറച്ചി കൂടെ തരട്ടെ? ഇറച്ചി എത്ര നേരം കൊണ്ട് ചോദിക്കുവാ? കുറച്ചേ ഉള്ളൂ, വേണ്ട. ക്യാരറ്റ് ഒന്ന് വെറുതെ ഇരിക്കും ഇനി ഉള്ളത്. ഇതാണ് ഈ മാരിനേഷൻ എന്ന് പറയുന്ന സംഭവം. കണ്ടുപിടി. നാളെ തൊട്ട് ചേച്ചി ഇതുമായിട്ട് ഇറങ്ങിക്കോ. അതെന്നെ ഈ നോക്കുന്നേ, അതെനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, കണ്ണിന്റെ അളവ്. ആ, കണ്ണിന്റെ അളവ്. എന്നിട്ട് വെള്ളത്തിന് നിറ വ്യത്യാസം വരുമോ? വീണ്ടും കഴിക്കില്ലോ? നിനക്കെന്താടി? സൂപ്പർ. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുന്നു. ഇതിപ്പോ നിങ്ങൾ കണ്ടുപഠിച്ചോണ്ടാ മതി, കാരണം അളവൊന്നും എനിക്ക് അത്ര കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റത്തില്ല. നോക്കട്ടെ. ആക്ച്വലി എന്റെ ഒരു സംശയം തീർത്തോട്ടെ. ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇടിച്ചേച്ച് ഈ നിറം നോക്കിയത് എന്നതായിരുന്നു? സത്യം പറ, എന്നതൊരു തട്ടിപ്പാന്ന്. ആടിന്റെ
കറുത്ത ആടായിരുന്നോ വെളുത്ത ആടായിരുന്നോ അതോ മിക്സഡ് ആടായിരുന്നോ എന്നുള്ളത് നോക്കിയോ? ചുമ്മാ എന്നതാ എന്നെ ഒരു കാര്യം കാണും. എന്നായിരുന്നു ചേട്ടാ? ഒന്നുമില്ല, വെറുതെ നോക്കിയതാ. അല്ല എന്നതേലും ഒരു പരിവും കാണുമല്ലേ? ഇല്ല, ഒരു പരുവല്ല, ഇത് തന്നെ അതിന്റെ പരുവം. പിന്നെ ഇത്രയും നേരം എന്നതാ, ചുമ്മാ നമുക്ക് അങ്ങ് വേവിച്ചാൽ മതിയായിരുന്നല്ലോ. ഇപ്പൊ ഞാൻ പറയട്ടെ, പ്രേക്ഷകർക്ക് ഇതൊന്ന് ഉണ്ടാക്കണോന്ന് വിചാരിച്ചോളൂ. അപ്പൊ ചേട്ടൻ ഈ ഇടിക്കുകയും ചെയ്തു, ഇടയ്ക്കിടയ്ക്ക് സ്പൂണിൽ കുടിക്കുകയും ചെയ്തു. ആ പരുവം എന്നാന്നൊന്ന് പറഞ്ഞാൽ മതി. അത് കാരണം എന്താണ് അതിന്റെ ടേസ്റ്റ് എവിടം വരെ ആയി എന്ന് അറിയാൻ വേണ്ടി ഞാൻ മസാല. അപ്പൊ ഇത് തന്നെയാണോ ടേസ്റ്റ്? ഞാൻ നോക്കിയപ്പോ നല്ല ഒരു എരിവുണ്ട്, ഉപ്പുണ്ട്. ആണോ? ഇങ്ങനെയാണെങ്കിൽ ഇത് ചെയ്ത് വരുമ്പോഴത്തേക്ക് മറ്റൊരു ടേസ്റ്റാവും. അതെന്തായാലും ആവും. ഓക്കെ, അപ്പൊ അതെന്തായാലും ആകും. ഇനി എന്നാ വേണ്ടിയേ? ഇനി വേണ്ടത് ഒരു ഒലക്ക. അതില്ല, കാരണം ഇനി എല്ലാം നിവൃത്തിയില്ല. ഓ, എന്താ ഇത്? ഇതൊക്കെ കഴുകി വെച്ചിരിക്കുന്നതാണോ? ചോദിച്ചെന്നുള്ളേ ഉള്ളൂ. ഞാൻ അടച്ചു തരട്ടെ. അല്ലേ, ഞാൻ അതിനൊക്കെ വേറെ ആള് വേണം. അസൂയ വേണം. കറക്റ്റ്. പെണ്ണുങ്ങളായ അസൂയ വേണം എന്നാണ് തമ്പുരാൻ പറഞ്ഞിരിക്കുന്നത്. അസൂയ വേണം, പക്ഷെ ഇതൊരു ഒരു കൂടി പോയോന്ന സംശയമല്ലേ ചേട്ടാ? ഇത് മിനിമം 8 വിസിൽസാ. അത് അക്കോർഡിംഗ് ടു അതാണ് മട്ടന്റെ ടെൻഡർനെസ്. ഇതിന് ആവശ്യത്തിന് വെള്ളമുണ്ട്, പൊട്ടിത്തെറിക്കൊന്നുമില്ലല്ലോ. അറിയാമല്ലേ ചേച്ചി? അപ്പൊ ഇതിനകത്ത് വിസിലൊക്കെ വന്നു കഴിഞ്ഞു. ഇനിയിപ്പോ അടുത്ത ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇരുന്ന് ആവി കൊണ്ടൊന്ന് മട്ടൻ ഒന്ന് വേവണം. എന്തായാലും നമുക്ക് തുറന്നു നോക്കാം. പക്ഷെ അതിനു മുമ്പ് മറ്റേ പൊടി ഉണ്ടായിരുന്നല്ലോ, മതിയല്ലോ അല്ലേ? ഇത്രയല്ലേ ഉള്ളു ഇവിടെ. അത്രേ ഉള്ളൂ. പിന്നെ എന്നോട് അപ്പോ നമ്മുടെ തേങ്ങാപ്പാലാണ് വേണ്ടത്. പക്ഷെ ചേട്ടാ പറഞ്ഞിരുന്നേ ഞാന് കുഴപ്പമില്ലെന്ന്. ഞങ്ങൾ അതിഥികളല്ലേ, ഇച്ചിരി വെള്ളം തരാം. ഇച്ചിരി വെള്ളം. അയ്യോ, അങ്ങനല്ല അതിന്റെ ഒരു രീതിയില് ചേച്ചി. കാരണം ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. അതാ മനസ്സിലായല്ലോ, വീട്ടില് ഞാനാണ് പാചകം. സമ്മതിച്ചു. ഞങ്ങള് നാട്ടുകാർ മുഴുവൻ സമ്മതിച്ചു. വെരി ഗുഡ്. ചേച്ചി അതിന്റെ ഒരു ബ്ലോഗ് ഇടണം. ഇനി ഇതൊക്കെ ഒരു ഇതാണ്. അപ്പൊ എന്തായാലും നോക്കാൻ നോക്കി. പിന്നെ ഇതാ കരിവേപ്പിലുണ്ട്, ഇതുണ്ട്. അപ്പം ഇത് ഞാൻ അങ്ങ് തുറക്കുക. എന്റെ കുക്കർ എന്റെ കൈ പോകുന്നതല്ലേ. വെച്ചു എത്തി നോക്കിക്കോ. ഇനി ഇപ്പോഴും ഇതിനകത്ത് വെള്ളമുണ്ട്. ഇനി വെന്തോ ഇല്ലയോ എന്ന് നോക്കണം. എന്നാലും ഉണ്ട്. അപ്പൊ വെന്തു. ഓക്കെ, വെന്തെന്ന് വെക്കാം. വെന്തു. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഈ തേങ്ങാപ്പാലം ഒഴിക്കുക. ഇത്ര തേങ്ങാപ്പാല് മതിയോ? നോക്കട്ടെ, മന്ദം ഒഴിക്കാം. ഓ അങ്ങനെ. എന്നുവെച്ചാ എന്നോട് പറഞ്ഞ ഇത്രയല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചോണ്ട് ചോദിച്ചതാ. അല്ല, എന്നാലും ഞാൻ പതുക്കെ ഒഴിച്ചതിന് ശേഷം ഓവറായി പോകുന്നതിനെക്കാട്ടില് ഏറ്റവും നല്ലത് നമുക്ക് കുറച്ചായിട്ട് ഒഴിക്കുന്നതല്ലേ, അല്ലേ? അതെ. അത് തിക്കായി പോയി അവസാനം പ്രശ്നമാകുന്നതിനെക്കാട്ടില് എന്നിട്ട് കരിവേപ്പില ഇനി ഇട്ടില്ല എന്നുള്ള പരാതി വേണ്ട. ഇട്ടില്ല എന്നുള്ള പരാതി വേണ്ട. ഇത് ലാസ്റ്റില്. അത് ലാസ്റ്റ് ആയില്ലേ? ലാസ്റ്റ് ആയില്ലേ? ഏതാ? ഇനി എന്താ ലാസ്റ്റ്? ഇനിയാണ് ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഒന്നുകൂടെ ഞാൻ ഇനി വിസിലെടുക്കണോ? വേണ്ട, തിളച്ചാ മതി. ഒന്ന് ജസ്റ്റ് അതിന്റെ ഒരു രീതിയിലൊന്ന് ആക്കാൻ പറ്റും. ഒരു ജസ്റ്റ് ഇതൊന്ന് പിടിക്കണ്ടേ നമ്മുടെ കരിവേപ്പിലേക്ക് ഒന്നൊരു ഫ്ലേവർ, അതിന്റെ ഫ്ലേവേഴ്സ് ഒന്ന് ഇറങ്ങാനല്ലേ? തിളച്ചു ചേട്ടാ. ഇനി ടേസ്റ്റ് നോക്കാം അല്ലേ? തിളച്ചു. ഇനിയിപ്പോ ഇത് വേറെ സ്പൂൺ ഉണ്ടല്ലോ. എന്തിനാ? എനിക്ക് ഇത് വായും കൈയും ഒക്കെ പൊള്ളുമെന്നുള്ള പേടിയുണ്ടാകട്ടോ. ചിത്രയ്ക്ക് കുറച്ച് അല്ല, ഫസ്റ്റ് ഷെഫ് നോക്കാം. ചേട്ടാ ചൂട്. എരിവുണ്ടല്ലേ? ഞാൻ ഇച്ചിരി നോക്കിക്കോട്ടെ.
അത് ആ മട്ടൺ മൊത്തത്തിൽ ഇട്ടൂടായിരുന്നോ? ആക്ച്വലി സ്റ്റൂ ഇങ്ങനെയും ചെയ്യാല്ലേ? കൂടി ചേച്ചി സ്റ്റൂ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇത് കഴിയതാ. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കൂ. അത് തിളയ്ക്കുന്നുണ്ടോ? വലുതായിപ്പോയി. ഇല്ല, അത് ഇത്രയും പേരില്ലേ, ഇത്രയും വേണം. ഇത് വറ്റുന്നു. പറഞ്ഞ എല്ലാവർക്കും ഒരു കഷ്ണം. കൂടുതലിടാൻ നമ്മൾ പറഞ്ഞതല്ലേ? അതെ. ഇത് just അല്ല. അപ്പൊ ഒരുവിധം തന്നെ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്കിത് കണ്ടിട്ട് ഇത്തിരി എരിവ് കൂടുതലാണോ എന്നെനിക്ക് സംശയം. ഞങ്ങൾ തേങ്ങാപ്പാൽ ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്തോളാം. അഡ്ജസ്റ്റ് സാർ, ഓക്കെ. അപ്പൊ ഇതും കൂടെ ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതും കൂടെ ഇടുകയാണ്. അങ്ങനെ നമ്മുടെ മട്ടൻ പേര് വിഭവം. ചേട്ടാ ഒരു പേര് പറഞ്ഞേ. പേരെന്തോ പറയാനാണ്? സ്റ്റൂ, മട്ടൺ സ്റ്റൂ. മട്ടൻ സ്റ്റൂ എന്നൊന്നും വേണ്ട, അതൊക്കെ പഴയ പേര്. MG's മട്ടൺ. MG's മട്ടൻ. അപ്പൊ നമുക്കത് ഞാൻ ചേച്ചി ട്രൈ ചെയ്യട്ടെ. ഞാൻ ആനീസ് കിച്ചൺ എന്നൊക്കെ പറഞ്ഞത്. അതെ, MG's മട്ടൻ. ഒന്ന് നോക്കാലോ. നമ്മളോട് ദേഷ്യം വരരുത്. അപ്പൊ എന്നാ കഴിയുന്ന രീതിയിൽ ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. മട്ടന്റെ വേവ് ഐ ഡോണ്ട് നോ. ചേച്ചിയെ ഇത് ഏർപ്പാടാ. വേറൊരു കാര്യമുണ്ട്, ഈ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ടെൻഷനാവും. മറ്റേതാകുമ്പോ വീടാകുമ്പോഴത്തേക്ക് കൈലിയൊക്കെ മുടക്കി കുത്തി നമുക്ക് റിലാക്സ് ആയിട്ട് ഇവിടെ ആണെങ്കിലും കയ്യിലൊക്കെ ചെയ്യാറില്ലല്ലോ, വീട്ടില് ചെയ്യാറില്ലല്ലോ. കുറെ നേരമായി. ചേച്ചി സ്റ്റോപ്പ്. ഞാൻ ഇനി എന്റെ രുചി ഒന്ന് നോക്കിക്കോട്ടെ. ചേച്ചി ട്രൈ ചെയ്തോ? കഴിച്ചു. ഞാൻ പക്ഷേ ഉള്ള സത്യം പറയാം, ദ ഗ്രേറ്റ് MGM അങ്ങയുടെ പേര്. ഓക്കെ, MG's മട്ടൻ. ആകാംക്ഷയായിട്ട് എല്ലാരും നോക്കുകയാണ് മുഖത്തോട്ട്. ആക്ച്വലി ഒരു കരച്ചിൽ വരുന്നുണ്ടോ? ഇല്ല ചേട്ടാ, ആക്ച്വലി നല്ല നല്ല ഹെൽത്തി ഒരു മട്ടൺ സ്റ്റൂ എന്നൊക്കെ പറയില്ലേ, ദാറ്റ് ഇസ് ദിസ് ക്ലാസ്. കാര്യം എന്താണെന്നറിയോ, ഞാൻ ഏറ്റവും കൂടുതൽ കുക്കിങ്ങിൽ ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ ഓയിൽ ഉപയോഗിക്കും, മസാലാസ് ഉപയോഗിക്കും. ഇപ്പൊ മസാല ഒരുപാട് കഴിച്ചാൽ നമ്മുടെ വയറിന് ചീത്തയാ. ദിസ് ഇസ് സോ ഹെൽത്തി. ഓയിൽ മുളക് അതിന്റെ എരിവ് ഇത്തിരി കൂടിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ ഇത്തിരി എരിവ് കൂടുതലാണ്. അത് ഒരു പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഇപ്പൊ നമ്മൾ മുളക് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാല് ആ മുളക് തന്നെ ഇനി അടുത്ത പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ എനിക്കറിയാം, കൈക്കറിയാം, അത് അത്ര ഇടത്തില്ല. അപ്പൊ പക്ഷെ എന്നോട് കാന്താരി മുളകാ ചോദിച്ചേ, അന്നേരം പിന്നെ അതിനെക്കാട്ടിലും ഭേദം ഇത് തന്നെയാ. ഇനിയിപ്പോ എന്നാന്ന് വെച്ചാൽ ഞാൻ പ്രേക്ഷകരോട് ഒരു തുറന്നൊരു കാര്യം പറയാം, ഞാൻ ടേസ്റ്റ് ചെയ്തു ഉള്ള കാര്യം പറയാം. നമ്മൾ മട്ടൺ സ്റ്റൂ ഉണ്ടാക്കുന്നത് ഓയിൽ ചേർത്തിട്ടാണ്. ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പക്ക ഹെൽത്തി മട്ടൺ സ്റ്റൂ. ആ മട്ടന്റെ ഫാറ്റ് ഇതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ്. ആ സ്റ്റൂ കാണുമ്പോൾ അറിയാം ആ ഓയിലി കണ്ടന്റ് എല്ലാം അതിനകത്തുണ്ട്. സോ ഹെൽത്തി. ഇനി എല്ലാവരും നെക്സ്റ്റ് ടൈം തൊട്ട് അപ്പം ആൻഡ് MGM, ദ ഗ്രേറ്റ് MG മട്ടൺ അല്ലേ ചേട്ടാ? കറക്റ്റ്. അതിനി എൻ്റെ ആനീസ് കിച്ചണിലൂടെ എനിക്കത് പ്രസന്റ് ചെയ്യാൻ പറ്റിയതിൽ ഐ എം സോ ഹാപ്പി. ഇതാണ് പറയുന്നത്, ആനീസ് കിച്ചൺ ഇസ് ഓൾവേസ് സ്പെഷ്യൽ വിത്ത് സോ മെനി സ്പെഷ്യൽ ഗെസ്റ്റ്. മാത്രമല്ല ഇതേപോലെ പുതിയ വിഭവങ്ങളും പുതിയ അതിഥികളെയും കാണണമെങ്കിൽ യു ക്യാൻ മീറ്റ് ഓൺലി ഇൻ ആനീസ് കിച്ചൺ. സീ യു നെക്സ്റ്റ് ടൈം. ബൈ. Annie's Kitchen. Let's cook with love.